കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് വളരെ പ്രധാനപ്പെട്ട ഒരു റിക്വസ്റ്റ് പറയുന്നു. ഇന്ത്യൻ ആർമിയെയും എയർഫോഴ്സിനെയും കുറച്ചധികം റെസ്ക്യൂ ടീമിനെയും എത്രയും പെട്ടെന്ന് കേരളത്തിലേക്ക് അയച്ചു തരണമെന്ന്. മാത്രമല്ല, അന്ന് 2 ദിവസത്തേക്ക് കേരളത്തിലെ എല്ലാ ആഘോഷങ്ങളും മാറ്റിവെച്ച് ദുഃഖാചരണം ആചരിച്ചു. സോ എന്താണ് അന്ന് കേരളത്തിൽ സംഭവിച്ചത്? പ്രത്യേകിച്ച് വയനാട്ടിൽ. വയനാട് എന്നത് കുന്നും മലകളും നിറഞ്ഞ വളരെ മനോഹരമായൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. വയനാട് ഒരു വലിയ സിറ്റി അല്ലാത്തതുകൊണ്ട് തന്നെ അവിടുത്തെ ഭൂരിഭാഗം ആളുകളും താമസിക്കുന്നത് ചെറിയ ചെറിയ വീടുകളിലാണ്. സോ അന്നത്തെ ദിവസം മുഴുവനും വയനാട്ടിൽ മഴ പെയ്തുകൊണ്ടിരുന്നു. രാത്രി ആയപ്പോഴേക്കും മഴയുടെ ശക്തി വർദ്ധിച്ചു. ആർക്കും പുറത്തേക്കിറങ്ങാനാവാത്ത വിധം പെരുമഴ. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ വീട്ടിൽ തന്നെ നിന്നു. അങ്ങനെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് രാത്രി 1 മണിയായപ്പോഴേക്കും പെട്ടെന്ന് അവിടെ ഉരുൾപൊട്ടലുണ്ടായി. അങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് വയനാട്ടിലെ മേപ്പാടി എന്ന ഗ്രാമം ഒലിച്ചുപോയി. കൂടെ അവിടെയുള്ള നാട്ടുകാരും മൃഗങ്ങളും. കൂടാതെ മുണ്ടക്കയം, ചൂരൽമല എന്നിവിടങ്ങളിലും ഉരുൾപൊട്ടലുണ്ടായി. ആ ഒരു ചെറിയ സമയം കൊണ്ട് 100 കണക്കിന് ആളുകൾ മരണപ്പെട്ടു. വേറെ കുറെ ആളുകൾ ജീവിക്കുമോ മരിക്കുമോ എന്നറിയാതെ ഒന്നനങ്ങാൻ പോലും പറ്റാതെ പലയിടങ്ങളിലായി കുടുങ്ങിക്കിടന്നു. ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ഈ ഗ്രാമത്തെ പുഴയുടെ അപ്പുറത്തേക്ക് കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജ് തകർന്നു പോയതിനാൽ പുറത്തുനിന്നും ആർക്കും തന്നെ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നീട് ഇന്ത്യൻ ആർമിയും എയർഫോഴ്സും നാട്ടുകാരുകൂടിയും ചേർന്നാണ് കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് ആളുകളെ രക്ഷിച്ചത്. ഉരുൾപൊട്ടൽ ആരംഭിച്ച സ്ഥലത്ത് നിന്നും 35 കിലോമീറ്റർ അകലെയായാണ് അവിടെയുണ്ടായിരുന്നവരുടെ ഡെഡ് ബോഡി കണ്ടെടുത്തത്. സോ എന്താണ് ഉരുൾപൊട്ടൽ? എങ്ങനെയാണത് സംഭവിക്കുന്നത്? ശക്തിയായ കനത്തിലുള്ള മഴ പെയ്യുമ്പോൾ സംഭരണശേഷിയിൽ കൂടുതൽ ജലം മണ്ണിലേക്ക് ഇറങ്ങും. ഭൂഗർഭജലത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഭൂമിക്കടിയിലെ മർദ്ദം വർദ്ധിക്കും. ഈ ഒരു മർദ്ദത്തിന്റെ ഫലമായി വെള്ളം ശക്തിയിൽ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. ഇങ്ങനെ ഒഴുകുന്നതിൻ്റെ ഒപ്പം ഇളകിയ മണ്ണും പാറകളും മരങ്ങളുമെല്ലാം കൂടെ ഒഴുകിപ്പോകുന്നു. മാത്രമല്ല, ഒഴുകിപ്പോകുന്ന വഴിയിലുള്ള വീടുകളും കൃഷിസ്ഥലങ്ങളും അവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ ഇല്ലാതാകുന്നു. ഏകദേശം 22 ഡിഗ്രിക്ക് മുകളിൽ ചരിവുള്ള മലമ്പ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ സാധ്യത. ഉരുൾപൊട്ടലിന് മറ്റൊരു കാരണമാണ് മണ്ണിടിച്ച് നീക്കുന്നതും പാറകൾ പൊട്ടിച്ചെടുക്കുന്നതും മരങ്ങൾ മുറിച്ചെടുക്കുന്നതും. ഒരു സ്ഥലത്ത് തന്നെ 24 മണിക്കൂറിൽ കൂടുതൽ നിർത്താതെ മഴ പെയ്യുകയാണെങ്കിൽ അവിടെ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട്. ഇതിൽ ജാഗ്രത പുലർത്തേണ്ടവർ ആരൊക്കെയാണെന്നാൽ മലയടിവാരത്തും മലമുകളിലും കുന്നിൻ ചെരുവുകളിലും താമസിക്കുന്നവരാണ്. സോ പ്രളയത്തെയും കൊറോണയെയും നിപ്പയെയും കരുത്തോടെ അതിജീവിച്ചു വന്ന് ലോകത്തിന് മാതൃകയായവരാണ് നമ്മൾ മലയാളികൾ. അതുപോലെ ഈയൊരു ദുരന്തത്തെയും ശക്തിയോടെ തന്നെ നമ്മൾ അതിജീവിക്കും.